വെളുക്കാൻ മരുന്നുണ്ടോ? ശരാശരി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പോപ്പുലേഷനിലെ പലരും, എസ്പെഷ്യലി നമ്മുടെ ഭാഗത്തുള്ളവരും അല്ലെങ്കിൽ എന്നെ പോലെ ഇരുണ്ട ചർമ്മമുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വെളുക്കാൻ മരുന്നുകളുണ്ടോ? വെളുക്കാൻ സാധിക്കും? സാറ് ഈ പറയുന്ന വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം നിറത്തെ പറ്റി നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു സ്വകാര്യമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും ഒന്ന് കളർ കൂട്ടുക, കുറച്ച് റേഡിയന്റ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ വെക്കുക എന്നുള്ളത് എല്ലാവർക്കും സ്വകാര്യമായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് വഴികളുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അവരെ കോട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഒപ്പീനിയൻ പ്രാക്ടീസസിലൊക്കെ നമുക്ക് ആൾക്കാർ എപ്പോഴും ഒരു കോട്ട് ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ കണ്ടോ, അവരങ്ങനെ ചെയ്തു, ഇവര് പണ്ടിങ്ങനെ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ആയി. ശരിയല്ലേ? പലപ്പോഴും തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും കളറ് ജന്മന അവർക്ക് കിട്ടുന്ന ഒരു സ്കിൻ ടോൺ ഉണ്ട്. അപ്പം അതിലെ നമുക്ക് വേണേ ഇംപ്രൂവ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമുക്ക് സായിപ്പിനെ പോലെ ആവാൻ പറ്റില്ല. ഏഷ്യൻ പോപ്പുലേഷൻ ഒരിക്കലും സായിപ്പിനെ പോലെ ആവാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബേസിക് സ്കിൻ ടോണിൽ നിന്നും 1-2 ടോൺ കൂട്ടി നമുക്കൊരു ബ്രൈറ്റർ, ഒരു ഗ്ലോയിങ് സ്കിൻ ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിനുള്ള ട്രീറ്റ്മെന്റുകളും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് ഇപ്പൊ ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും വരുന്നത് ഇപ്പോ കല്യാണം ഉറപ്പിച്ചു, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അപ്പൊ തീർച്ചയായിട്ടും കല്യാണത്തിന് ഫോട്ടോഗ്രാഫിക്ക് ഇതെല്ലാം വരും. കല്യാണത്തിന് മുമ്പായിട്ട് ഒരു മാസം മുൻപ് ഡോക്ടർ അജീഷിനെ വന്ന് കണ്ടാൽ സാധിക്കുമോ? ഒരു മാസം കൊണ്ട് നമുക്ക് ആളെ മാറ്റിയെടുക്കാൻ സാധിക്കും? അതും നമുക്കൊരു ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും സാർ, എപ്പോഴും നമ്മളിതൊരു പ്രിപ്പറേഷൻ ആണ്. ഇതൊരിക്കലും നമ്മളുടെ ഈ ഒരു നമുക്ക് ശരിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പിലല്ല. സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ്, അവരുടെ ഗ്ലോയിങ് ആൻഡ് റേഡിയന്റ് സ്കിൻ ആണ്. അപ്പൊ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്, അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്, പ്ലസ് ട്രീറ്റ്മെന്റും ആവശ്യമാണ്. ഇതില് ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡ് ആണ്. ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. ബെറ്റർ ആയിരിക്കും. എന്നാലും നമുക്ക് ഒന്നും ഇല്ലാത്തതിനേക്കാൾ എപ്പോഴും ബെറ്റർ എന്തെങ്കിലും ആയിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കും. പക്ഷെ മിനിമം ഒരു 6 months എങ്കിലും കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. 6 months കാണത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി 6 months എങ്കിലും മിനിമം വേണ്ടി. അപ്പൊ ഡോക്ടർ അജീഷിന് അടുത്തൊരു ബ്രൈഡൽ പാക്കേജ് ആയിട്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അജീഷിന് ഒരു 6 months കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും സാർ. നമുക്ക് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ അസസ്മെന്റ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അസസ്മെന്റ്, അവരുടെ സ്കിൻ ടോൺ അസസ്മെന്റ്, അവരുടെ സ്കിന്നിന്റെ ടെക്സ്ചർ, എവറിഥിങ് നമ്മൾ അസസ് ചെയ്തതിനു ശേഷം ഓരോ വ്യക്തികളും നമുക്ക് ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പൊ 4 പേർക്ക് നല്ല ടൈപ്പ് ഓഫ് സ്കിൻ ആയിരിക്കും, നല്ല ടൈപ്പ് ഓഫ് ടോൺ ആയിരിക്കും. അത് ഓരോ ഇൻഡിവിജ്വലിനും നമുക്ക് അവർക്ക് പറ്റുന്ന ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്ത് അത് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലക്ഷനും ഗ്ലോയിങ്ങും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈ പലപ്പോഴും നമ്മൾ എല്ലാ ആളുകളും AC-ക്കകത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളല്ലല്ലോ. പലപ്പോഴും ഇപ്പോ ജോലി പുറത്തും സൂര്യപ്രകാശമായിട്ടുള്ള എക്സ്പോഷറും ചൂട് കാലാവസ്ഥ, അതൊക്കെ സ്കിൻ ടോൺ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കുമോ? അതോ അവർക്ക് അവരുടെ പ്രൊഫഷൻ ഒരു ഔട്ട്ഡോർ പ്രൊഫഷൻ ആയതുകൊണ്ട് സാധിക്കാതിരിക്കുമോ? അതിനെന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും സാർ, ആക്ച്വലി ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ അഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഉൾപ്പെടെ, സ്ലീപ്പ് ഉൾപ്പെടെ, നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ. സൺ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മുടെ സ്കിന്നിന്റെ ടോണിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UV റേഡിയേഷൻസ് ആണ്. ആ UV റേഡിയേഷൻസ് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്, മെജോറിറ്റി ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ഇൻഡോർ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ട്യൂബ് ലൈറ്റ്, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഈവൻ മൊബൈൽ ഫോണ്, ഈവൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ ഈ ലൈറ്റ് എക്സ്പോഷേഴ്സ് തീർച്ചയായിട്ടും നമുക്ക് ടോണിനെ എപ്പോഴും ലൈറ്റ് നമ്മൾ ഡൗൺ ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിങ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. സോ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, സൺസ്ക്രീൻ തേച്ചാൽ കൊണ്ട് കാര്യമുണ്ടോ? ഞങ്ങൾ പലപ്പോഴും സൺസ്ക്രീൻ തേച്ചു, പക്ഷെ സൺസ്ക്രീൻ തേച്ചപ്പോൾ ഡാർക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ ഈ സൺസ്ക്രീൻ സ്യൂട്ട് ആവത്തില്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഓരോ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. എല്ലാവർക്കും എല്ലാ സൺസ്ക്രീനും യൂസ്ഫുൾ അല്ല. ഒരാൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഈ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വെളുത്തു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി, അതുകൊണ്ട് നീ അത് ഉപയോഗിച്ചെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. എനിക്ക് അങ്ങനെ വരാറുണ്ട്. സിസ്റ്റേഴ്സ്, അതായത് ഒരു സിസ്റ്ററിനെ യൂസ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആയ സൺസ്ക്രീൻ ഒരു അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ അവർക്ക് സ്യൂട്ട് ആയില്ല, കുരുക്കൾ വരാൻ തുടങ്ങി, ഡാർക്ക് ആവാൻ തുടങ്ങി.
സഹോദരങ്ങൾ തമ്മിൽ തന്നെ സ്കിൻ ടോണുള്ള വ്യത്യാസം. ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. സോ നമുക്ക് കറക്റ്റായി സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ എല്ലാവർക്കും ഒരു ഇതുണ്ട്, അവർ ശീലമുണ്ട്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും, പിറ്റേ ദിവസം വേറൊരു ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സൺസ്ക്രീൻ ഉണ്ടോ അപ്പൊ അവരത് വാങ്ങും. അങ്ങനെയല്ല, നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്ത് അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ബെറ്റർ. ആൻഡ് ഓൾസോ സൺസ്ക്രീൻ മാത്രമല്ല, നമ്മുടെ ക്ലോത്ത് പ്രൊട്ടക്ഷൻ, നമ്മളെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ നമുക്ക് ഒരു സൺ ലൈറ്റ് അല്ല UV റേഡിയേഷൻ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ അജീഷ് പറഞ്ഞില്ലേ, ഇപ്പൊ സ്കിൻ ടോണിന് വേണ്ടിയുള്ള സ്കിൻ ടോൺ നമുക്ക് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് ശരിക്കും ഒരു ടോപ്പിക് അല്ല. അതായത് തൊലിപ്പുറമെ ഉപയോഗിക്കുന്ന ക്രീമുകൾ മാത്രമാണോ, അതോ നമ്മൾ ഇഞ്ചക്ഷൻസ്, IV മെഡിക്കേഷൻസ്, ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള കുറെ ഗ്ലൂട്ടത്തൈൻ പോലുള്ള അത് എല്ലാം കൂടി ചേർന്നാണോ, അതോ ഒരു സിംഗിൾ മൊഡാലിറ്റിയിലാണോ അത് വരുന്നത്? സർ, ആക്ച്വലി നമുക്ക് പിഗ്മെന്റേഷൻസ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് പിഗ്മെന്റേഷൻസ് ഉണ്ട്. പിന്നെ ഈ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള റീസൺസ് ഉണ്ട്. ലൈക്ക് ഇവൻ റേഡിയേഷൻസ് ആവും, ലൈക്ക് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന ടാനിങ് ആവാം, ഇനി അതല്ലെങ്കിൽ സർട്ടൻ ഡിസീസ് പാർട്ട് ആവാം, ഹോർമോണൽ ചേഞ്ച് ഓഫ് നോർമൽ, സർട്ടൻ മെഡിക്കേഷന്റെ സൈഡ് എഫക്ട് ആവും. ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പം നമുക്കൊരു ബ്ലോക്കലൈസ്ഡ് ഏരിയ ഇവൻ ഒരു ഫേസിൽ മാത്രം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഏരിയയിൽ ഓക്കെയാണ്. സോ ഫേസിൽ മാത്രമേ പിഗ്മെന്റേഷൻ ഇഷ്യൂ ഉള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ക്രീംസ് വർക്ക് ചെയ്യും. ഇതിൽ ക്രീമിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രീം ഒരിക്കലും മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ നിറങ്ങൾ ഉണ്ടാവുന്ന ഇതിന് കാരണമായത്, ഈ ഡാർക്ക് ടോണിന് കാരണം മെലാനിനാണ്. ഈ മെലാനിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനാണ് ക്രീംസ് ഹെൽപ്പ് ചെയ്യുക. സോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും, പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അനദർ ഓപ്ഷൻ, ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് പീലുണ്ട്, ഗ്ലൂട്ടാത്തൈൻ ഉണ്ട്. ഐ മീൻ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ദി ഒരു സ്പെക്ട്രം എന്ന് വേണേൽ പറയാം. ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ആസ്പെക്ടിനെ അനുസരിച്ച് ട്രീറ്റ്മെന്റ് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ജനറലൈസ്ഡ് ഇംപ്രൂവിംഗ്, ഫോർ എക്സാമ്പിൾ ബ്രൈഡൽ പാക്കേജ്, ഒരു ഓവറോൾ ഇംപ്രൂവിംഗ് ടോൺ, ഗ്ലോ, എവറിഥിങ്. ഗ്ലൂട്ടാത്തൈൻ പോലുള്ള ന്യൂട്രീഷണൽ തെറാപ്പി, ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ, ഇറ്റ്സ് ലൈക്ക് എ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആയിട്ട് വി ക്യാൻ കൺസിഡർ ഇറ്റ്. സോ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ്, നമ്മൾ എന്തായാലും സഹായം. എപ്പോഴും ഉള്ളൊരു കൺസേൺ ഉണ്ട്, എനിക്ക് തോന്നുന്നു പണ്ടുള്ള പോലെ അത്രയും ചെലവ് കൂടുതൽ ഇന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? പണ്ടൊക്കെ കുട്ടി ഒരുപാട് ചെലവ് വരുന്ന ഒരു കാര്യമാണ്. ഇന്ന് അത്രയും ചെലവുണ്ടോ, വരുന്നുണ്ടോ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ? തീർച്ചയായിട്ടും ഇല്ല. നമുക്കതൊരു ഇൻഡിവിജ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ഓരോരോ വ്യക്തികൾക്ക് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ട്രീറ്റ്മെന്റ് എല്ലാവർക്കും. ഈവൻ പണ്ട് കാലത്തൊക്കെ ഹൈ ക്ലാസ് ആൾക്കാരാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ട്രൈ ചെയ്ത്. ഈവൻ മിഡിൽ ക്ലാസ് നവഡേസ് ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന പേഷ്യൻസ് മൊത്തം മിഡിൽ ക്ലാസ് ഫാമിലീസ്. സോ മണി ഒരു മാറ്റർ അല്ല ഇന്ന്. ആൾക്കാരുടെ ഏറ്റവും ആഗ്രഹം, അവരുടെ പേഴ്സണൽ ആഗ്രഹം എന്ന് വെച്ചാൽ ഗ്ലോയിങ്, റേഡിയന്റ്, ബ്യൂട്ടിഫുൾ സ്കിൻ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ അടുത്ത ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പരിധി വരെ. തീർച്ചയായിട്ടും നമുക്ക് ഓരോ പേഴ്സൺ അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തർക്കും അവരുടെ സ്കിൻ കെയറും അതോടൊപ്പം തന്നെ അതിന് പറ്റുന്ന ട്രീറ്റ്മെന്റും ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് വി ക്യാൻ ഇംപ്രൂവ് അവർ സ്കിൻ. വേറൊരു സംശയം, നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര വരെ വെളുക്കാൻ പറ്റും എന്നുള്ളത് അല്ലെ? എത്ര നിറം? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ, ബട്ട് സ്റ്റിൽ സർ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ ടോൺ 2 to 3 ഷെയ്ഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ എന്തായാലും. ഇതില് എല്ലാരും ഗ്ലൂട്ടാത്തൈൻ ഇപ്പൊ ഫാസിനേറ്റ്, നമുക്ക് എല്ലാവരും കേൾക്കുന്നത് ഇപ്പൊ എല്ലാവരും ഗ്ലൂട്ടാത്തൈൻ, നമ്മൾ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയസ് ഒക്കെ നോക്കി നമുക്ക് ഗ്ലൂട്ടാത്തൈൻ്റെ പല കമന്റ്സും വരുന്നുണ്ട്. സോ ഗ്ലൂട്ടാത്തൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഗ്ലൂട്ടാത്തൈൻ ശരിക്കും വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഒരു 1% മാത്രമുള്ള അതിന്റെ റോള്. മെജോറിറ്റി അതല്ല അതിന്റെ. ഇറ്റ്സ് ആൻ ആന്റി ഏജിങ്, ഇറ്റ്സ് ആൻ ആന്റി ഓക്സിഡന്റ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പ്രിവെന്റ് ഫ്രം ലിവർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ, ഈവൻ ക്യാൻസേഴ്സ്. നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്ക് പല പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസും വരുന്നത്. ഒരു പരിധി വരെ അതിനെ പ്രിവെന്റ് ചെയ്യാനും ഈ ഗ്ലൂട്ടാത്തൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു കാര്യം, അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും ചെയ്താൽ അണ്ടർ സൂപ്പർവിഷൻ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ, ദോഷം ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കുറച്ചുകൂടെ കൂടുതൽ ശരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.